രാജ്യത്ത് മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിടുന്നില്ലെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി SSF. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി കാണണം. സർക്കാരിന്റെ നയങ്ങളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. രാജ്യത്തിന് അനുഗുണമായ നിലപാടുകളെ സർക്കാർ അനുകൂല നിലപാടുകളെന്ന് വ്യാഖ്യാനിക്കരുതെന്നും SSF പറഞ്ഞു. ഭരണകൂടത്തെ തിരുത്തേണ്ടത് രാജ്യത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിച്ചുകൊണ്ടാകരുത്. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ നയനിലപാടുകളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. ഫാഷിസത്തോടും അതിൻ്റെ ഹിംസയോടുമുള്ള വെറുപ്പിനെ രാഷ്ട്രത്തോടുള്ള വെറുപ്പായി വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളോട് ഇസ്ലാമിനെ യോജിക്കാനാവില്ല. ഭരണകൂടത്തോട് ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രമൂല്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണമെന്നുള്ള നിശ്ചയദാർഢ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ നേരിടേണ്ടത് സമാന്തരമായി വെറുപ്പുൽപ്പാദിച്ചു കൊണ്ടാകരുത്. ഭരണകൂടമല്ല രാജ്യം. രാജ്യത്തിന് അനുഗുണമായ നിലപാടുകളെ സർക്കാരിന് അനുകൂലമായ നിലപാടുകളായി വ്യാഖ്യാനിക്കുന്നത് അതിവായനയാണ്. പൗരാണിക കാലം മുതൽ മതനിരപേക്ഷമായി നിലകൊണ്ട രാജ്യമാണ് നമ്മുടേത്. ആ പാരമ്പര്യം കളങ്കപ്പെട്ടുകൂടാ. മാറിവരുന്ന ഭരണകൂടങ്ങൾക്കൊപ്പം പൗരസമൂഹവും ഇക്കാര്യത്തിൽ ജാഗരൂകരാവണം. സമസ്ത AP വിഭാഗം സെക്രട്ടറി പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് കഴിഞ്ഞ ദിവസം വിവാദ പരാമർശം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ അശ്വിൻ വല്ലത്ത് നൽകും. അശ്വിൻ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്നാണ് രാജ്യത്ത് മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിടുന്നില്ല, ഇത്രത്തോളം ഇന്ത്യ പോലെ മതസ്വാതന്ത്ര്യമുള്ള മറ്റ് രാജ്യങ്ങളില്ല, സൗദി ഇസ്ലാമിക രാജ്യമായിട്ട് കൂടി അവിടെ പോലും ഇത്രത്തോളം ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ പരാമർശങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പറയുന്നതാണോ എന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ ആ വിഷയത്തിലൊരു വിശദീകരണം SSFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ SSF കാന്തപുരം AP വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഒരു വിശദീകരണവുമായി എത്തുന്നത്. അവർ അതിൽ പറയുന്നത് ഈ രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും രണ്ടായി കാണണം. രാഷ്ട്രത്തിന് അതിൻ്റേതായിട്ടുള്ള മതേതരമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. പക്ഷേ അത് ഈ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളെ അംഗീകരിക്കുന്നു, രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾക്കൊപ്പം പോകുന്നു എന്ന് പറയുന്നിടത്ത് അത് ഭരണകൂടത്തിന് നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല എന്നുള്ള നിലയ്ക്കാണ് ഈ കാന്തപുരം AP വിഭാഗം പറയുന്നത്. അവർ പറയുന്നത് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയൊക്കെ തന്നെ നേരിടേണ്ടത് അതിന് സമാന്തരമായിട്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല, അത് ഇസ്ലാമിക രീതിയല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇതാണ് സംഘടനയുടെ നിലപാട് എന്നവർ വിശദീകരിക്കുന്നു. മറ്റേത് അതിവായനയാണ്. അത് ആ തരത്തിൽ ഭരണകൂടത്തിനുള്ള പിന്തുണയാണ് ഇത് എന്നുള്ളത്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിടുന്നില്ല എന്നൊക്കെയുള്ള പരാമർശം അത് സംഘപരിവാറിനോ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടത്തിനോ ഉള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല എന്ന് അവർ വാദിക്കുന്നു. ഇത് പ്രധാനമായും പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഈ പ്രസംഗത്തെ മുൻനിർത്തിയാണ് ഈ വിശദീകരണമെങ്കിൽ കൂടിയും അതിനപ്പുറത്തേക്കുള്ള ചില പരാമർശങ്ങൾ ഇതേ വേദിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ സംസാരിച്ച C. മുഹമ്മദ് ഫൈസി പറഞ്ഞത് സമുദായത്തിനകത്ത് നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള ആളുകളുടെ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. അതുകൊണ്ട് തിരുത്തലുകൾ ഉണ്ടാവേണ്ടത് സമുദായത്തിനകത്ത് നിന്നാണ്. അതിന് ഏതെങ്കിലും സർക്കാരിനെയോ സംഘടനയോ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് C. മുഹമ്മദ് ഫൈസി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നുമുള്ള വിശദീകരണമായിട്ടല്ല, മറിച്ച് ഇന്ത്യ ഒരു സുരക്ഷിത രാജ്യമാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിത രാജ്യമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വായനകൾ വന്നപ്പോൾ അതിനുള്ള വിശദീകരണം എന്നുള്ള നിലയ്ക്കാണ് കാന്തപുരം AP വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SSF ഇപ്പോൾ ഒരു വിശദീകരണവുമായിട്ട് വരുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രത്തെയും ഭരണകൂടത്തെയും രണ്ടായി മാറ്റി നിർത്തി കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ വ്യക്തത വരും, കൂടുതൽ വ്യക്തത വരും. സംഘപരിവാറിനോട് എതിർപ്പില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള നിലയ്ക്കാണ് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇന്ത്യ മുസ്ലിങ്ങൾക്ക് സുരക്ഷിത രാജ്യമാണോ എന്നൊക്കെയുള്ള തരത്തിൽ നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ മേൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും ഈ പ്രസ്താവനയിൽ തയ്യാറായിട്ടില്ല. ഇത് ഒരു പ്രമേയമായിട്ട് SSFന്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണ്. ഇന്ന് മന്ത്രി P. രാജീവ് ഈ ഒരു സെഷനിൽ പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ മന്ത്രി രാജീവ് എത്തിയിട്ടില്ല. അതിന് വിവാദങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യക്തത സംഘാടകർ വരുത്തിയിട്ടുമില്ല. ആര്യ, തീർച്ചയായും അശ്വിൻ വല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം.